മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 21, 22 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 770 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ദൈവസഭയെ സംബന്ധിച്ച്, പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു നവീകരണവും രൂപാന്തരവും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ക്ഷമിക്കുന്ന മനോഭാവങ്ങളിൽ വെളിപ്പെടുന്ന ദൈവികമായ അനുഗ്രഹത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം യേശു കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അതിന് പത്രോസ് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ച ചോദ്യം, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? ആ ചോദ്യം ഇങ്ങനെയാണ്, കർത്താവേ, എത്ര വട്ടമാണ് ഞാൻ ക്ഷമിക്കേണ്ടത്? എന്നിട്ട് പത്രോസ് തന്നെ പറയുന്നു, 7 വട്ടം മതിയോ? അപ്പൊ കർത്താവ് യേശുക്രിസ്തു അവനോട് പറയുകയാണ്, 7 വട്ടമല്ല, 770 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവിടെ യേശു കർത്താവിനോട് പത്രോസ് 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നത് 7 തവണ ക്ഷമിക്കുന്നതിനെ കുറിച്ചല്ല. വാസ്തവത്തിൽ 7 വട്ടമല്ല, 770 വട്ടം എന്ന് യേശു പറഞ്ഞത് 7 × 70 490 പ്രാവശ്യം ക്ഷമിക്കണം, 491-ാമത്തെ പ്രാവശ്യം തിരിച്ചടിക്കണം എന്നല്ല. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 70 തവണ ക്ഷമിക്കണമെന്നോ 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നോ എന്നുള്ളതല്ല. പിന്നെയോ, ക്ഷമിക്കുന്ന മനോഭാവങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന ദൈവാനുഗ്രഹത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ക്ഷമിക്കുന്ന മനോഭാവത്തിൽ വെളിപ്പെടുന്ന ആത്മീയ പക്വതയെ കുറിച്ചാണ് യേശു കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിനുവേണ്ടി അതേ അധ്യായം, മത്തായി സുവിശേഷം 18-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പത്രോസിനെ പഠിപ്പിക്കേണ്ടതിന് യേശു കർത്താവ് വളരെ വ്യക്തമായി ഒരു ചരിത്രം, അല്ലെങ്കിൽ ഒരു ഉപമ പറയുന്നു, ഒരു സാദൃശ്യം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഉപമ, എക്സാമ്പിൾ യേശു കർത്താവ് പറയുകയാണ്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവർ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. നമുക്കറിയാം, അടുത്ത ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലതും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. 27-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ആ ദാസൻ, യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപ്പെട്ട ഒരു കൂട്ടുകാരനെ കണ്ടു, തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് അവനോട് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. 30-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ സംഭവിച്ചത്, 31-ാം വാക്യത്തിൽ, ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. 32-ാമത്തെ വാക്യത്തിൽ, യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും നിനക്ക് ഇളച്ചു തന്നല്ലോ. 33-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോടും കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യത്തിൽ പറയുന്നു, അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ 35-ാമത്തെ വാക്യത്തിലാണ് യേശു കർത്താവ് അത് കൺക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഇവിടെ ഒരു ഉപമയിലൂടെ വളരെ ആഴമേറിയ വാസ്തവമായ ചില സത്യങ്ങളെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞതിന് ശേഷം
അത് കൺക്ലൂഡ് ചെയ്യുന്നത് സംഭവിക്കുവാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ പറഞ്ഞ കാര്യത്തെ ചെറുതായി കാണരുത്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. ഇവിടെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജാവെന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് നിഴലായി നിൽക്കുന്നു. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് വീട്ടാൻ വകയില്ലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ ദാസന്റെ കടം അവൻ ഇളച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ ദാസന് മറ്റൊരു കടക്കാരനുണ്ടായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് വേറൊരുത്തൻ കടം എടുത്തിട്ടുണ്ടായിരുന്നു. അവനോട് ക്ഷമിക്കാൻ ഇവൻ തയ്യാറാകുന്നില്ല. അപ്പം ക്ഷമിക്കപ്പെട്ടവൻ മറ്റൊരുത്തനോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടവനാണ് എന്നൊരു സത്യമാണ് യേശു ഈ ഉപമയിലൂടെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് പറയുന്നു. ജിജി മോഹൻ പാസ്റ്റർ അതിന്റെ 27 മുതലുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു കേൾപ്പിച്ചു. 27 മുതൽ. യെസ്. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. അപ്പോ ആ ദാസൻ അവനെ മനസ്സലിഞ്ഞു വിട്ടയച്ച് കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ ഈ ഇളച്ചു കിട്ടിയ, ഫ്രീ ആയ, സ്വതന്ത്രനായ, വിമോചിക്കപ്പെട്ട, ക്ഷമിക്കപ്പെട്ട ഈ മനുഷ്യൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരു കൂട്ടുകാരനെ കണ്ടു. ക്ഷമിക്കപ്പെട്ടവൻ മറ്റൊരുത്തനെ കണ്ടു. അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ കൂട്ടുകാരന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കുന്നു. എന്നിട്ട് പറയുന്നു, നിന്റെ കടം തീർക്കുക എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യത്തെ വ്യക്തി അവൻ 10,000 താലന്താണ് കടം ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചാലേ മനസ്സിലാകുള്ളൂ. ബൈബിളിൽ ശ്രദ്ധിച്ചു വെക്കണം. 10,000 താലന്ത് കടം ഉണ്ടായിരുന്നവനോട് രാജാവ് ക്ഷമിച്ചു. പക്ഷെ ഈ 10,000 താലന്ത് കടം ക്ഷമിക്കപ്പെട്ടവൻ 100 വെള്ളിക്കാശ് ഇവനോട് കടപ്പെട്ടവനോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെയാണ് ദൈവമക്കൾ വളരെ ഗൗരവമായി ഈ ഭാഗത്തെ കാണേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മളോട് കാണിച്ച ക്ഷമ എന്ന് പറയുന്നത് വളരെ ആഴമുള്ളതാണ്. അവൻ നമ്മളോട് ക്ഷമിച്ച ക്ഷമയുടെ ആഴം, നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മളോട് കർത്താവ് ക്ഷമിച്ചതുപോലെ തന്നെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണെന്നുള്ള ബോധ്യം ഇന്ന് പലരിലും കാണുന്നില്ല. ഞാൻ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അങ്ങനെ ആകരുത് എന്ന് തിരുവെഴുത്തിൽ വ്യക്തമാക്കുന്നു. കാരണം ഈ ഭാഗം യേശു കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ 30-31 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 30-31 വാക്യങ്ങൾ. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കിച്ചു. അപ്പോ അവനെ തടവിലാക്കി. എന്നിട്ട് എന്നാ ചെയ്ത്? 31 വാക്യത്തിൽ, ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കിയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. യജമാനൻ ആയവൻ പറയുന്നു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിച്ചപ്പം, നീ എന്റെ കാലേ വന്ന് നിന്റെ 10,000 താലന്തിന്റെ കടം അതിന്റെ കാര്യം നിനക്ക് വീട്ടാൻ വകയില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞപ്പം ഞാൻ നിന്നോട് ക്ഷമിച്ചു. എത്ര വലിയ ക്ഷമയാണ് ഞാൻ നിന്നോട് കാണിച്ചത്, സ്വർഗത്തിലെ ദൈവം നിന്നോട് കാണിച്ചത്. എന്നിട്ട് ആ കടമെല്ലാം ഞാൻ നിനക്ക് ഇളച്ചു തന്നിട്ട് 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട്, നിന്റെ കൂട്ടുവേലക്കാരനോട്, നിന്റെ ഫെലോ സെർവന്റിനോട് കരുണ തോന്നേണ്ടതല്ലയോ? അപ്പോ ഒരാളിനോട് നമ്മൾ എങ്ങനെയാ ക്ഷമിക്കേണ്ടത് എന്നുള്ളതാണ് യേശു അവിടെ പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? കർത്താവ് രാജാതി രാജാവ് നമ്മോട് ക്ഷമിച്ചതുപോലെയാണ് നാമും മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് എന്ന സത്യത്തെ, യാഥാർത്ഥ്യത്തെ ഈ ഒരു ഉപമയിലൂടെ യേശു പഠിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള മനോഭാവം ഇല്ലെങ്കിൽ, ആ നിലകളിലല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ, അടുത്ത വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവർ,
ഇത് കേട്ടോണം, ലൈവിൽ ശ്രദ്ധിച്ചോണം. ക്ഷമിക്കപ്പെട്ടവൻ ക്ഷമിക്കാത്ത മനോഭാവമുള്ളവൻ. ഇവൻ ക്ഷമിക്കപ്പെടാത്തവനല്ല, ദുഷ്ടനും നീചനും ഒന്നുമല്ല, രാജാവിനെ പരിചയമില്ലാത്തവനല്ല, രാജാവിനെ അറിഞ്ഞവൻ. ഞാൻ ഈ രാജാവ് എന്ന് ഉദ്ദേശിക്കുന്ന ദൈവത്തെയാണ്, സ്വർഗത്തിലെ ദൈവത്തെയാണ്. ഈ രാജാവിനെ അറിഞ്ഞവൻ, രാജാവിൽ നിന്ന് ക്ഷമ പ്രാപിച്ചവൻ, അല്ലെ യജമാനിൽ നിന്ന് ക്ഷമ പ്രാപിച്ചവൻ, യജമാനന്റെ നന്മകൾ അനുഭവിച്ചവൻ, ആ മനുഷ്യന്റെ മനോഭാവം മറ്റുള്ളവരോട് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ വിലയിരുത്തുന്നത്. യജമാനൻ കോപിച്ചു, അവൻ കടമൊക്കെയും തീർക്കുവോൾ അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 35-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയും, നിങ്ങൾ ഓരോരുത്തൻ ഈ നിലയിൽ സഹോദരനോട് ക്ഷമിക്കാഞ്ഞാൽ എന്നുള്ള പദമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പോൾ ക്ഷമിക്കപ്പെട്ടവർ ക്ഷമിക്കുന്നവരായിരിക്കണം, സ്നേഹിക്കപ്പെട്ടവർ സ്നേഹിക്കുന്നവരായിരിക്കണം, ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിച്ചവർ കരുതുന്നവരായിരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ വ്യക്തമാക്കുന്നു. അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ അവർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന വ്യക്തമായ സത്യവും യേശു ഈ ഉപമയിലൂടെ പത്രോസിന്റെ ചോദ്യത്തിന് ഉത്തരത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി കൊടുപ്പീനെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ അത് കൃപാവരമാണ്, രോഗികളെ സൗഖ്യമാക്കുന്നതാണ്, ദൈവത്തിന്റെ കൃപാദാനങ്ങളാണ്. ശരിയായിരിക്കാം, അത് അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി കൊടുപ്പീൻ എന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങൾക്ക് ലഭിച്ച പാപക്ഷമ സൗജന്യമായി ലഭിച്ചതാണ്. ഫൊർഗീവ്നെസ് എന്ന വാക്ക് തന്നെ ഇംഗ്ലീഷിൽ ആ ഗിവ് എന്ന പദം അതിനകത്ത് വരുന്നുണ്ട്. ഫൊർഗീവ്നെസ്, നിങ്ങൾക്ക് ലഭിച്ച, ദൈവം ദാനമായി തന്ന ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സൗജന്യമായി ലഭിച്ചതിനെ സൗജന്യമായി കൊടുക്കാൻ കഴിയണം. നിങ്ങൾക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം. നിങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. നിങ്ങൾ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കരുതാൻ കഴിയണം. നിങ്ങൾ ദൈവത്താൽ കരുതപ്പെട്ടവരാകയാൽ. എന്നെ കേൾക്കുന്നവരെ, അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ പോലും, അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിനോട്, ഞങ്ങളെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ച അതിപ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ ആ പ്രാർത്ഥന മത്തായി 6:12 എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഞങ്ങളും ക്ഷമ അർഹിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ക്ഷമ ഞങ്ങളും അർഹിക്കുന്നുള്ളൂ. ഇത് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് വളരെ വ്യക്തമായി ഇത് പഠിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ന്യായവിധി, അങ്ങനെ ക്ഷമിക്കാത്തവർക്ക് അവരിനി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും, എക്സ്ക്യൂസ് പറഞ്ഞാലും, ഇങ്ങനെയൊക്കെ പാസ്റ്റർമാരൊക്കെ ബ്രദർമാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞ് ഇവനെയൊക്കെ എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു പോയാലും നിന്നെ ഒരു വലിയ ജഡ്ജ്മെന്റ് കാത്തിരിപ്പുണ്ടെന്നുള്ള സത്യത്തെ വിസ്മരിച്ച് കളയരുത് ദയവായി. തൊഴുകയോടെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമയെന്ന് പറയുന്നത്, അത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചവനാണ്. പ്രാർത്ഥന പോലും സ്വർഗത്തിലെത്തണമെങ്കിൽ, പ്രാർത്ഥന പോലും പ്രാധാന്യതയുള്ളതായി തീരണമെങ്കിൽ, പ്രാർത്ഥന പോലും വാല്യുബിൾ ആയി തീരണമെങ്കിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ യാഗവസ്തു നീ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്നതിനു മുൻപ് നീ അവനുമായി നിരന്നതിന് ശേഷം, ക്ഷമ പറഞ്ഞതിന് ശേഷം നീ യാഗപീഠത്തിലേക്ക് വരിക എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാധിക്കുന്നതിനൊക്കെ മുമ്പ്, കൈയടിക്കുന്നതിനും അന്യഭാഷ പറയുന്നതിനും ഒക്കെ മുൻപ്, ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്നതിനൊക്കെ മുൻപ്, എവിടെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവോട് പറയും, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ എങ്ങനെയാണോ ക്ഷമിച്ചത്,
സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ കടങ്ങളെ ദോഷങ്ങളെയും ആ നിലയിൽ ക്ഷമിക്കും. മത്തായി 18:35 നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ അതിൽ യേശു പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യുമെന്ന് പറഞ്ഞത് യേശു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. മത്തായി 6:12 വരുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മോഡലിൽ യേശു കർത്താവ് അത് വ്യക്തമാക്കുന്ന പ്രിയപ്പെട്ടവരെ. അപ്പൊ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? The forgiveness mean the freedom to let go. നമ്മളെ സ്വതന്ത്രമായി വിട്ടയക്കുന്ന ഒന്നാണ്, ക്ഷമിക്കപ്പെട്ട് വിട്ടയക്കുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഫൊർഗീവ്നെസ് എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ. വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച സ്ത്രീയെ ദേവാലയത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി മോശയും ന്യായപ്രമാണവും ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ പറയുമ്പോൾ, ഗുരുവേ അവിടുന്ന് എന്താണ് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ 10-11 വാക്യങ്ങളിൽ യേശു ആ സ്ത്രീയോട് പറയുന്നുണ്ട്. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ അവരെവിടെ, നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, എന്റെ ക്ഷമ നിന്നിൽ വന്നിരിക്കുന്നു, പോക, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അവിടെ ആ പോക എന്ന പദം കണ്ടോ? ഗോ എന്ന പദം കണ്ടോ? ഗോ ആൻഡ് സിൻ നോ മോർ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വിട്ടയക്കുക എന്നുള്ളതാണ്. ദൈവം എന്റെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ, കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ, യേശുവിന്റെ പരിശുദ്ധമായ രക്തം നിങ്ങളുടെ പാപങ്ങളെ കഴുകി നിങ്ങളെ വിശുദ്ധീകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് പാപക്ഷമ നൽകി അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം അക്ഷമ എന്ന് പറയുന്നത് ഒരു തിന്മയാണ്, ഒരു പാപമാണ്, കയ്പിന്റെ വേരാണ്. അത് നിങ്ങളെ ബന്ധിക്കുന്ന ഒരു ചങ്ങലയാണ്. ആ ചെങ്ങലകൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം, ക്ഷമിക്കപ്പെടാത്ത തിന്മകൾ നിമിത്തം നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ, യേശു കർത്താവിന്റെ പരിശുദ്ധമായ രക്തം നിങ്ങളിലേക്ക് ഒഴുകി നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നത് നിമിത്തം ദൈവികമായ ഒരു ക്ഷമ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ, അവിടെ നിങ്ങൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യമാണ്. അതാണ് യോഹന്നാൻ 8:36 പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ എവിടെയാണ് സ്വാതന്ത്ര്യം വരുത്തിയത്? രാജ്യത്തിനല്ല സ്വാതന്ത്ര്യം വരുത്തിയത്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല, പാപിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. പുത്രൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപിയെ അവന്റെ പാപബന്ധനത്തിൽ നിന്ന് വിടുവിച്ച്, അവന്റെ പൈശാചിക ബന്ധനത്തെ പൊട്ടിച്ച്, ഒരു പുതിയ ജീവിതത്തെ അവന് കൊടുത്തുകൊണ്ട്, പാപക്ഷമ നൽകിക്കൊണ്ട് അവനെ സ്വതന്ത്രനാക്കുമ്പോഴാണ് പുത്രനിലുള്ള സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കുന്നത്. ഇവിടെ വർഷങ്ങളായി പാപജീവിതം നയിച്ച ഈ സ്ത്രീ ദേവാലയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ അവളെ വിരൽ ചൂണ്ടുമ്പോൾ, യേശു കർത്താവ് അവളോട് പറയുന്നു, പോകാ, ആമീൻ, പോകാ, ഗോ എന്ന പദം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി പാപം ചെയ്യരുത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മകളെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ, ക്ഷമിക്കപ്പെടുക, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം the freedom to let's go, മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. ബന്ധനത്തിൽ നിന്ന്, കെട്ടുകളിൽ നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു എന്നാണ്. ഇന്ന് ഓൺലൈനിലൂടെ ഈ സർവീസ് കാണുന്ന എത്ര പേര് പറയും, യേശുവിന്റെ പരിശുദ്ധമായ രക്തം, പരിപാവനമായ രക്തം എന്റെ മേൽ പകർന്ന് എന്റെ പാപങ്ങളെ ഞാൻ എന്റെ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച വലിയൊരു സ്വാതന്ത്ര്യമുണ്ട് എന്റെ ആത്മാവിൽ, എന്റെ ശരീരത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവച്ച പിരിമുറുക്കങ്ങൾ, മാനസികമായ തകർച്ചകൾ, എവിടേക്കോ ബന്ധിക്കപ്പെട്ട് തളർന്നു കടന്ന അനുഭവങ്ങളിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം എന്റെ കർത്താവ് തന്നു എന്ന് പറയാൻ കഴിയുന്നവർ ഒരാമീൻ പറഞ്ഞേ. യഥാർത്ഥത്തിൽ അവിടെയാ പ്രിയപ്പെട്ടവരെ ക്ഷമ എന്ന് പറയുന്നതിന്റെ ആഴം വെളിപ്പെടുന്നത്.
വാസ്തവത്തിൽ ഈ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചത്. പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ ക്ഷമിച്ച് നമ്മളെ അവൻ വിട്ടയച്ചു. നമുക്കെതിരെ നടപടികൾ ദൈവം സ്വീകരിച്ചില്ല. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എൻ്റെ അകൃത്യങ്ങളെ എന്നോട് ക്ഷമിച്ച് എൻ്റെ ദൈവം എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി എന്ന് പറയുന്നവർക്കായിട്ട് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫ്രീലി യു ഹാവ് റിസീവ്ഡ് ഫ്രീലി ഗീവ് എന്ന് പറഞ്ഞത്. അതാണ് മത്തായി സുവിശേഷം 10:8 എഴുതിയിരിക്കുന്നത്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ സൗജന്യമായിട്ട് കൊടുപ്പീൻ. ദാറ്റ് ഈസ് എ ഫൊർഗീവ്നെസ്. നമുക്ക് എന്താ സൗജന്യമായിട്ട് കിട്ടിയത്? നമ്മളെപ്പോഴും ആ ഒരു ഭാഗം എടുക്കുമ്പം നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയത് പരിശുദ്ധാത്മാവാണ്, അല്ലെങ്കിൽ അഭിഷേകമാണ്, രോഗശാന്തിപരമാണ്. അതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. കുഴപ്പമില്ല, ചെയ്യാം, അങ്ങനെ ചെയ്യുന്നോണ്ട് തരക്കേടില്ല. പക്ഷേ പ്രധാനമായും ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഫ്രീലി യു ഹാവ് റിസീവ്ഡ് ഫ്രീലി ഗീവ് എന്ന് പറയുന്നത്, സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ എന്ന് പറയുന്നത് വ്യക്തിപരമായി നമുക്ക് ലഭിച്ചതായ ദൈവിക ക്ഷമയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കടക്കാരോട് എങ്ങനെയാണോ നിങ്ങൾ ക്ഷമിച്ചത് ആ നിലയിലായിരിക്കും ദൈവത്തിന്റെ ക്ഷമ നിങ്ങളിലേക്ക് വരുന്നത്. മറ്റൊരു ഭാഗത്ത് യേശു പറയുന്നുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന്. കൊലോസ്യർ 3-ാം 12, 13, 14 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ദയവായിട്ട് ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. ഇവിടെ എഴുതിയിരിക്കുകയാണ് നമ്മൾ എന്താണ് ധരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു വസ്ത്രത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ആഭരണം ധരിക്കണമെന്നോ ആഭരണം ധരിക്കണ്ടെന്നോ എഴുതിയിട്ടില്ല. ഇവിടെ വെള്ളവസ്ത്രം ധരിക്കണമെന്നോ വെള്ളവസ്ത്രം ധരിക്കരുതെന്നോ എഴുതിയിട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ? വെള്ള മാസ്ക് ആണോ ഇടേണ്ടത്? വെള്ള ഉടുപ്പാണോ ഇടേണ്ടത്? വെള്ളവസ്ത്രമാണോ ധരിക്കേണ്ടത്? വെള്ളക്കാറയിലാണോ പോകേണ്ടത്? അല്ലെങ്കിൽ ആഭരണമാണോ ധരിക്കേണ്ടത്? ആഭരണമാണോ ധരിക്കാതിരിക്കേണ്ടത്? ഇതൊന്നും അല്ല ഇവിടെ. ധരിക്കേണ്ടത് എന്താന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ധരിക്കേണ്ടത് എന്താണ്? ധരിക്കേണ്ടത് മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പൊ ഇതൊന്നും ധരിക്കാതെ വേറെ എന്നാക്കെ നിങ്ങൾ പുറമേ ധരിച്ചു എന്ന് പറഞ്ഞാലും അത് ദൈവവചനം അനുശ്വാസിക്കുന്ന കാര്യമല്ല. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഡ്രസ്സ് ധരിക്കാനല്ല, ക്ഷമ ധരിക്കുവാനാണ്, ദയ ധരിക്കുവാനാണ്, മനസ്സലിവ് ധരിക്കാനാണ്. ഇതൊന്നും ഇല്ലാതെ വേറെ എന്തോ ധരിച്ചത് കൊണ്ട് എന്താണ് അർത്ഥം? അടുത്ത വാക്യത്തിൽ പറയുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകത്തില്ലെന്നൊന്നും പറയത്തില്ല കേട്ടോ, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വഴക്കുണ്ടായാൽ, എന്തെങ്കിലും ഒരു കശപിശ ഉണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. സാഹചര്യം അങ്ങനെ വന്നു പോയെങ്കിൽ തമ്മിൽ ക്ഷമിക്കണം. അപ്പം നമ്മൾ ചോദിക്കുക, എങ്ങനെ ക്ഷമിക്കണം? എന്നോട് കാണിച്ചത് ഓർത്താൽ, എന്നോട് പറഞ്ഞത് ഓർത്താൽ, എന്നോട് ആ പെരുമാറിയത് ഓർത്താൽ എനിക്കൊന്നും ക്ഷമിക്കാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കുമ്പോൾ 13-ാം വാക്യം പറയുന്നു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. അപ്പൊ കർത്താവ് എങ്ങനെയാ നിങ്ങളോട് ക്ഷമിച്ചത്? അമ്മ അറിയാത്ത, അപ്പൻ അറിയാത്ത, കുടുംബക്കാരറിയാത്ത, സഹോദരങ്ങൾ അറിയാത്ത എത്രയെത്ര വലിയ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് നിരക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കാണും, ചിന്തിച്ചു കാണും, പ്രവർത്തിച്ചു കാണും. അതെല്ലാം മനസ്സിൽ വെച്ച്, ഉള്ളത്തിൽ വെച്ച് ദൈവം പെരുമാറിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കുവീൻ, അങ്ങനെ ചെയ്യുവീൻ. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവീൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, നന്ദിയുള്ളവരായിരിപ്പീൻ. 15-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവസാനം പറയുന്നേ, നന്ദിയുള്ളവരായിരിപ്പീൻ. ഞാന് എന്നെ കേൾക്കുന്ന, കാണുന്ന, ശ്രദ്ധിക്കുന്ന മാന്യ ദൈവമക്കളോട് പറയട്ടെ, എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി നമ്മളോട് കാണിച്ചത്, പറഞ്ഞത്, ചെയ്തത്, പ്രവർത്തിച്ചത് ഓർക്കുമ്പോ നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല.
പെട്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് യേശു കർത്താവ് നിങ്ങളോട് എങ്ങനെയാ ക്ഷമിച്ചത്? അവന്റെ ക്ഷമയുടെ ആഴം എത്ര വലുതായിരുന്നു! നാം ചെയ്ത അകൃത്യങ്ങളെ അവൻ ഓർത്തിരുന്നെങ്കിൽ, നമ്മുടെ പാപങ്ങളെ കൊത്തവണ്ണം അവൻ നമ്മോട് പകരം ചെയ്തിരുന്നെങ്കിൽ, നമുക്ക് ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പോലും കഴിയില്ല. അതിനുള്ള അനുവാദം പോലും ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നേ നരകത്തിൽ പോകേണ്ട സമയം കഴിഞ്ഞു. ഇന്നും നമ്മളെ നിലനിർത്തിയിരിക്കുന്നതും ഇന്നും നമ്മളെ നിത്യതയ്ക്ക് അവകാശിയാക്കി നമ്മുടെ കുറ്റങ്ങളെ കുറവുകളെ ഒക്കെ കർത്താവിനോട് ഏറ്റുപറഞ്ഞപ്പം കർത്താവ് നമ്മളോട് ക്ഷമിച്ച് നമ്മളെ നിലനിർത്തിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാറ്റിനും മീതെ, അന്യഭാഷയ്ക്കും മീതെയാണത്, കൃപാവരങ്ങൾക്കും മീതെയാണത്, സഭയ്ക്കും നിങ്ങളുടെ ചർച്ചയിൽ കൂടി വരുന്ന ആൾക്കാർക്കും നിങ്ങളുടെ സഭയുടെ എണ്ണത്തിനും സെക്രട്ടറിക്കും ട്രസ്റ്റിക്കും കനാഞ്ചിക്കും നിങ്ങളുടെ കമ്മിറ്റിക്കും കമ്മിറ്റി മെമ്പേഴ്സിനും സകലത്തിനും മീതെയാണത്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. അപ്പൊ എന്തൊക്കെയാ ധരിക്കേണ്ടത്? പ്രത്യേകമായി ഈ ഭൂമിയിലെ കാശ് കൊടുത്ത് മേടിച്ചിരുന്ന എന്തോന്നല്ല. യഥാർത്ഥമായി ധരിക്കേണ്ടത്, ഏത് വസ്ത്രം ധരിക്കുന്നവരാണെങ്കിലും സ്നേഹം ഇല്ലെങ്കിൽ എന്ത് ഗുണം? വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് നടന്നിട്ട്, അല്ലെങ്കിൽ പുറമെ ചില ബാഹ്യ പ്രകടനങ്ങളൊക്കെ, ഭക്തിയുടെ വേഷമൊക്കെ ധരിച്ചിട്ട് സഹജീവികളോട്, സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട് സ്നേഹവും കരുതലും പ്രതിബദ്ധതയും ഇല്ലെങ്കിൽ ഈ പുറമേ കാണിക്കുന്ന അഭിനയങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ധരിക്കേണ്ടത് ബന്ധമാണ്. ബന്ധമുണ്ടാകണം, സ്നേഹം ധരിക്കണം. ഇതുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ക്ഷമിക്കുന്ന മനസ്സുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കണ്ടോ? അപ്പം ക്ഷമിക്കപ്പെടാത്ത മനോഭാവം ഉള്ളവൻ എന്ത് കാണത്തില്ല? സമാധാനം കാണത്തില്ല. ക്ഷമിക്കപ്പെടാത്ത മനോഭാവമായിട്ട് നടക്കുന്നവന്റെ ഉള്ളിൽ സ്വസ്ഥത കാണത്തില്ല. അവന് പണം കാണുമായിരിക്കും, വാഹനം കാണുമായിരിക്കും, വസ്തുക്കൾ കാണുമായിരിക്കും, പേരും പ്രശസ്തിയും കാണുമായിരിക്കും. പക്ഷെ ഒരിക്കലും അവന്റെ ഹൃദയത്തിൽ ഒരിക്കലും സമാധാനം കാണുകയില്ല. എപ്പോഴും അവന്റെ ഹൃദയത്തിനകത്ത് അങ്കലാപ്പും അസ്വസ്ഥതകളും പകയും കോപവും കയ്പും അഴുക്കുമായിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണമെങ്കിൽ സ്നേഹം ധരിക്കുന്നവരായി, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുന്നവരായിരിപ്പീൻ. എന്നിട്ട് ആ 15-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, നന്ദിയുള്ളവരായിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നന്ദിയുള്ളവരായിരിക്കണം കേട്ടോ. മൃഗങ്ങൾക്ക് പോലും ഉണ്ടത്. വീട്ടിലൊരു നായയെ വളർത്തുന്നെങ്കിൽ ആ നായ നന്ദിയുള്ളതായിരിക്കും, സത്യമായിട്ട്. പ്രൈസ് ഗോഡ്. ഒരു പക്ഷിയോട്, വീട്ടിൽ വളർത്തുന്ന ഒരു തത്തമ്മയോട്, ഒരു പക്ഷിയോട് അതിന് ആ കൊടുക്കേണ്ട ഫുഡൊക്കെ കൊടുത്താൽ അത് കയ്യിലൊക്കെ വന്നിരിക്കുകയും അത് ആ സ്നേഹം തിരിച്ചു പ്രകടമാക്കുകയും ചെയ്യും. ഒരു നായ പോലും അതിന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ 10 ഇരട്ടി സ്നേഹം അത് തിരികെ തരും. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതിന്റെ കൂടെ ഞാൻ പറയട്ടെ, അവൻ മൃഗത്തെക്കായിലും കഷ്ടമാകുകയാണ്. കാരണം മൃഗങ്ങൾക്ക് പോലും തന്റെ സഹജീവികളോട് സ്നേഹമുണ്ട് പ്രിയരെ. തന്റെ ഒരു കാക്കയൊന്ന് കല്ലെടുത്ത് എറിഞ്ഞു നോക്കി, ആ കാക്ക കരയുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ കാക്കകളൂടെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓടി വരണേ. സത്യമായ കാര്യം. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ വെച്ചുകൊണ്ടിരിക്കാൻ പോകുമ്പം അതിനകത്ത് ഒരു കോഴിക്കുഞ്ഞിനെ ഒന്ന് നിങ്ങളെ കാലുകൊണ്ട് തട്ടാൻ ചെന്നേ, ആ കോഴി നിങ്ങളെ കൊത്താൻ വരും. ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, ആ കോഴി കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ വെച്ച് സ്നേഹിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് നമ്മുടെ ലോകത്ത് ഇതുവല്ലം കാണാൻ പറ്റുന്നുണ്ടോ? സ്വന്തം മക്കളെ പോലും കൊല്ലുന്ന അമ്മമാരെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയല്ലേ. ഒരിക്കലും ഒരു തള്ളക്കോഴി ആ കുഞ്ഞുങ്ങളെ കഴുകന് വിട്ടുകൊടുക്കുകയില്ല. ഒരിക്കലും ഒരു തള്ളക്കോഴി ആ കുഞ്ഞുങ്ങളെ മറ്റു മൃഗങ്ങൾ പിടിക്കുന്ന കാണാൻ ഇഷ്ടമല്ല. പക്ഷെ അതിനേക്കാൾ കഷ്ടമായില്ലേ ഇന്ന് പല വ്യക്തിത്വങ്ങളും, സത്യമല്ലേ ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് തന്നവരോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം. മൃഗങ്ങൾ പോലും അത് കാണിക്കുന്നു. നിങ്ങളൊരു വഴിയിലൂടെ ഒരു നായ പോവുകയാണ്, നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൂടെ ഒരു നായ അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ്. നിങ്ങൾ ഒരു ദിവസം അതിന് ചോറ് കൊണ്ടുവച്ചു കൊടുത്തു. 2ാമത്തെ ദിവസം നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ വരുമ്പോ ഇവൻ അവിടെ നിന്ന് നിൽക്കും.
രണ്ടാമത്തെ ദിവസം നിങ്ങളത് കൊടുത്തു, മൂന്നാമത്തെ ദിവസം നിങ്ങൾ കൊടുത്തു. നിങ്ങൾക്കൊരു സത്യം അറിയാം പ്രിയരെ, ഒരാഴ്ചക്കകത്ത് നിങ്ങളുടെ ഗേറ്റിന്റെ വാതിലിൽ കാണും ഈ നായ എന്ന് പറയുന്നത്. നിങ്ങൾ റോഡിൽ നിന്ന് നടന്നു വരുമ്പോഴേ വാല് വാട്ടി നിങ്ങൾ കടയിൽ പോകാൻ നിങ്ങളുടെ കൂടെ പുറകേ വരും. സത്യം പറഞ്ഞ് ഈ മൃഗങ്ങൾക്കുള്ള മനസ്സാക്ഷി പോലും മനുഷ്യർക്കില്ല. മൃഗങ്ങൾക്കുള്ള ആ മനസ്സ് പോലും ഇന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നിങ്ങൾ നന്ദിയുള്ളവരായിരിപ്പീനെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു.